ക്യാൻറ്റീനിലിരുന്ന് മറ്റാരെയും മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവരുടേത് മാത്രമായ ലോകത്ത് കളിച്ചു ചിരിച്ചിരിക്കുമ്പോഴാണ് ക്യാൻറ്റീനിലേക്ക് ആൽബിയുടെ കടന്നുവരവ്. അഞ്ജു, ദേ നിന്റെ ഇച്ചായ. ആൽബിയെ കണ്ടതും ജെനി അഞ്ജുവിനോട് പറഞ്ഞു. കേട്ടതും അഞ്ജു കുടിച്ചുകൊണ്ടിരുന്ന ചായ തരിപ്പിക്കയറി. പട്ടിയെ പോലെ ആരോ കുരയ്ക്കുന്നത് കേട്ടാണ് ആൽബി നോക്കിയത്. നിർത്താതെ ചുമയ്ക്കുന്ന അഞ്ജുവിനെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇത് ക്ലാസ് ടൈം അല്ലേ, നിങ്ങളെന്താ ഇവിടെ? ആൽബി അവരുടെ അടുത്ത് എന്ന് ചോദിച്ചു. ആൽബിയെ കണ്ടപ്പോ അവരെല്ലാം എണീറ്റു. ഇത് ക്ലാസ് ടൈം അല്ലേ, സാറെന്താ ഇവിടെ? കുരച്ച് ചാവാറായെങ്കിലും ആൽബിയെ ചൊറിയുന്നതിൽ അഞ്ജു സമയം കണ്ടെത്തി. അവളുടെ ചോദ്യം കേട്ടപ്പോ ആൽബി അവളെ രൂക്ഷമായി നോക്കി. നീയല്ലേ ഇപ്പൊ പേ പിടിച്ചതുപോലെ കുരച്ചിരുന്നത്? ആൽബി അഞ്ജുവിനെ നോക്കി. ഡോ. അഞ്ജു അവന് നേരെ വിരൽ ചൂണ്ടി. കോൾ മീ സാർ. അവള് ചൂണ്ടിയ വിരലിൽ പിടിച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു. സർ പ്ലീസ്, സോറി സാർ. ജെനി പെട്ടെന്ന് അവനോട് പറഞ്ഞു. അഞ്ജുവിനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളെ പിടിവിട്ടു. നെക്സ്റ്റ് അവർ ഞാനാണ്, നിർബന്ധമായും ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ, നീ പ്രത്യേകിച്ച്. അഞ്ജുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. ഇതൊരു നടക്ക് പോവൂല. ആൽബി പോകുന്നത് നോക്കി നിന്ന് പല്ല് കടിച്ച അഞ്ജുവിനെ നോക്കി പാച്ചു പറഞ്ഞു. പാച്ചുവിന്റെ വയറിനിട്ടൊരു കുത്തും കൊടുത്ത് അവൾ അവിടെ നിന്നും പോയി. ക്ലാസ്സിലേക്കുള്ള കോറിഡോറിലൂടെ നടക്കുമ്പോൾ അഞ്ജുവിനെ പെട്ടെന്ന് ഒരു കൈ അകത്തേക്ക് വലിച്ചു. അവള് ഞെട്ടി ചുറ്റും നോക്കി. അവളോട് ചേർന്ന് നിൽക്കുന്ന ആൽബിയെ കണ്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. അവളുടെ ചെന്നിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങളെ ആൽബി കൗതുകത്തോടെ നോക്കി. നിങ്ങള് എന്തിനാ എന്നെ? അവൾ വിക്കി അവനോട് എന്തൊക്കെയോ ചോദിക്കാൻ ശ്രമിച്ചു. അവളുടെ സംസാരം തടഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾക്ക് മീതെ വിരൽ വെച്ചു. അഞ്ജു പകച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ പിടിച്ചു തിരിച്ച അവളുടെ ചൂണ്ടുവിരൽ അവൻ അവന്റെ കൈകളിലെടുത്തു. വേദനിച്ചോ? കരുതലോടെയുള്ള അവന്റെ ചോദ്യം കേട്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് മൂളാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വിരലിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അവളിലൂടെ ഉണ്ടായ തരിപ്പിന് പോലും അവന്റെ അധരങ്ങളുടെ തണുപ്പാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവന്റെ കരവലയത്തിൽ നിന്നു. അവന്റെ തള്ളവിരൽ അവളുടെ കവിളിനെ തലോടിക്കൊണ്ടിരുന്നു. അവനെ തടയാൻ അവളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. സ്വബോധം വീണ്ടെടുത്ത അഞ്ജു അവനെ തള്ളിമാറ്റി. പെട്ടെന്നായതുകൊണ്ട് അവൻ പിന്നോട്ടാങ്ങി. വീഴാതെ ബാലൻസ് ചെയ്ത് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വിടനെ. എന്തിനാ എന്നെ? ഞാൻ അങ്ങനെയുള്ള പെണ്ണാണെന്ന് സാറിന് തോന്നിയോ? അഞ്ജു. ആൽബി ദേഷ്യത്തോടെ അവളെ വിളിച്ചു. അവന്റെ പെട്ടെന്നുണ്ടായ ഭാവമാറ്റത്തിൽ അഞ്ജു പേടിച്ചവനെ നോക്കി. പിന്നെന്തിനാ എന്നെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കരയാതെടാ, നീ എന്റെ മാത്രമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നത്. നീ ആൽബിയുടെ മാത്രം ഏഞ്ചു അല്ലേ? അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആദരമായി അവൻ അവളോട് പറഞ്ഞു. അഞ്ജു അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. 2 വർഷത്തോളമായി പെണ്ണെ നിന്നെ ഈ നെഞ്ചിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ആൽബി പറഞ്ഞത് കേട്ടപ്പോ അഞ്ജു ഞെട്ടലോടെ അവനെ നോക്കി. 2? എന്നെ എങ്ങനെ? അഞ്ജുവിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ അവനോട് ചോദിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ അവൻ അവളെയും ചേർത്ത് പിടിച്ച് അവിടെയുള്ള ബെഞ്ചിലിരുന്നു. എന്തുകൊണ്ടോ അവന്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ അവൾക്ക് തോന്നിയില്ല. നിനക്കറിയോ ഏഞ്ചു, നിന്നെ തേടി വന്നതാണ് ഞാൻ ഇങ്ങോട്ട്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുപോയി. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് കീഴടക്കിയ എന്റെ പെണ്ണ്. നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അവസാനം ഇവിടെ എത്തിപ്പെട്ടു. 2 വർഷത്തോളം ഞാൻ തേടി നടന്ന എന്റെ പെണ്ണിനെ കണ്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് മതിമറക്കുകയായിരുന്നു. അവളെ ഒരിക്കൽ കൂടി അവനിലേക്ക് ചേർത്തിരുത്തി അവൻ പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഞ്ജു ദയനീയമായി അവനെ നോക്കി. പറയാം. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ വാക്കുകൾക്ക് കാതോർത്ത് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഇരുന്നു. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ? ആൽബി അവളോട് ചോദിച്ചു. അവൾ എന്തെന്ന പോലെ അവനെ നോക്കി. പറഞ്ഞു കഴിയുന്നതുവരെ എന്റെ അടുത്തുനിന്ന് മാറരുത്. നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാം പറയണം എന്നാണ് എന്റെ ആഗ്രഹം. ഇതുപോലെ നിന്റെ കൈയോട് എന്റെ കൈ ചേർത്ത് വെച്ച് എന്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ച് പറയട്ടെ? സമ്മതമല്ലേ നിനക്ക്? പറഞ്ഞു കഴിയുന്നതുവരെ എന്റെ അടുത്തുനിന്ന് എണീക്കില്ലല്ലോ. ആൽബി അവളെ നോക്കി. ഇല്ല. അഞ്ജു ഇല്ലെന്ന് തലയാട്ടി. ഒരു കൈ കൊണ്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചായച്ചു. മറുകൈ അവളുടെ കൈവിരലുകളുമായി കോർത്ത് പിടിച്ച് അവൻ പറഞ്ഞു തുടങ്ങി. അവന്റെ ഏഞ്ചുവിനെ ആദ്യമായി കണ്ട നിമിഷം. എനിക്ക് ആകെയുള്ളത് മമ്മ മാത്രമാണ്. പപ്പയ്ക്ക് അറ്റാക്കായി പെട്ടെന്നൊരു ദിവസം എന്നെയും മമ്മയും ഒറ്റയ്ക്കാക്കി പോയി. പപ്പ പോയതിനു ശേഷം മമ്മ അധികം പുറത്തിറങ്ങാതെയായി. എപ്പോഴും പപ്പയോർത്ത് സങ്കടപ്പെട്ടിരിക്കും. അധികം സംസാരിക്കാതെയായി. മമ്മയുടെ മാറ്റം തളർത്തിയത് എന്നെയാണ്. പപ്പ പോയ ഷോക്കും അതിന്റെ കൂടെ മമ്മയുടെ മാറ്റവും എല്ലാം കൂടെ എന്റെ മനസ്സ് മരവിച്ചു പോയിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടി മമ്മയും കൂട്ടി 2 വർഷം മുന്നേ വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോയി. കൂട്ടുകാരുടെ കൂടെ ഗോവയിലേക്കും മണാലിയിലേക്കും എല്ലാം പോയി അടിച്ചു പൊളിച്ചു വന്നിട്ടുണ്ട്.
അന്നൊന്നും തോന്നാത്ത സന്തോഷമായിരുന്നു എനിക്ക് വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയിൽ തോന്നിയിരുന്നത്. ആ യാത്രയെ വേളാങ്കണ്ണിയിൽ വെച്ചാണ് നിന്നെ ഞാൻ ആദ്യമായി കണ്ടത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളിലും ഒരു നറുപുഞ്ചിരി വിരിഞ്ഞു. ആൽബി അവന്റെ ഏഞ്ചുവിനെ കണ്ട ആ ദിവസം ഓർത്തെടുത്തു. പപ്പ മരിച്ചതിന് ശേഷം ആകെ തകർന്നു പോയ മമ്മയെ കൂട്ടി മമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേളാങ്കണ്ണിയിലേക്ക് ഒരു യാത്ര പോവാൻ ആൽബി തീരുമാനിച്ചു. മമ്മയോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവനെ സമ്മതിച്ചു. പതിവില്ലാത്ത ഉത്സാഹമായിരുന്നു അവന്. ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മ പുറത്തിറങ്ങുന്നതിന്റെ സന്തോഷം. അങ്ങനെ ആൽബിയും അവന്റെ മമ്മയും വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തു. രണ്ടുപേരും യാത്ര തിരിച്ചു. അവിടെ ചെന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോഴാണ് ആരുടെയോ ഫോൺ അടിച്ചത് അവൻ കേട്ടത്. റിംഗ് ടോൺ കേട്ടപ്പോൾ ചെറിയ കുട്ടികൾ ആരെങ്കിലും ഫോണിൽ കളിക്കുകയാവും എന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ വീണ്ടും അതേ റിംഗ് ടോൺ തന്നെ കേട്ടപ്പോൾ അവന്റെ മാത്രമല്ല പള്ളിയിലെ എല്ലാവരുടെയും കണ്ണുകൾ ആ ഫോണിന്റെ ഉടമയിലേക്ക് നീണ്ടു. വെള്ള നെറ്റ് സ്കാർഫ് ഇട്ട് എല്ലാവരെയും നോക്കി വളിച്ച ചിരിയോടെ ഫോൺ കട്ട് ചെയ്യുന്ന അവളെ കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അമ്മയെ നോക്കി ചുണ്ടുകൊട്ടി ഒന്നും സംഭവിക്കാത്ത മട്ടി വീണ്ടും പ്രാർത്ഥിക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവൻ അവളുടെ സംസാരം കേട്ടത്. കേൾക്കാൻപെട്ടി പോലെയുള്ള അവളുടെ സംസാരം അവനെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാവാം അവളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വീണ്ടും അവളുടെ സംസാരം കേൾക്കാനുള്ള കൊതിയോടെ അവൻ നിന്നത്. ആരായിരുന്നു അഞ്ജു? ജെനി ആയിരുന്നടാ. ആ തെണ്ടിയോട് പറഞ്ഞതാണ് പള്ളിയിലാണെന്ന്. പിന്നെയും വിളിച്ചു. അഞ്ജു എബിയും സംസാരിച്ചു നിൽക്കുന്നതിനിടെ അവളുടെ ഫോൺ വീണ്ടും അടിച്ചു. എന്താടി പുല്ലേ? പള്ളിമുറ്റാണെന്ന പോലും നോക്കാതെയുള്ള അഞ്ജുവിന്റെ ഭാഷാ പ്രാവീണ്യം കേട്ട് അവളുടെ സംസാരത്തിന് കാതോർത്ത് നിന്ന ആൽബിയുടെ കണ്ണ് തള്ളി. അവളോട് തോന്നിയ ഇംപ്രഷനില്ല അതോടെ പോയി. അവന്റെ മമ്മ ഒന്ന് വിളിച്ചപ്പോ അഞ്ജുവിനെ ഒന്ന് നോക്കി അവൻ പോയി. എടാ, ഞാനൊന്ന് മാതാവിനെ കണ്ടിട്ട് വരാം, അഞ്ജു എബിയോട് പറഞ്ഞു. ഏത് മാതാവിനെ? വേളാങ്കണ്ണി മാതാവിനെ. ഇപ്പൊ വരാം. ആ, ഞാൻ മമ്മിയുടെയും പപ്പയുടെയും അടുത്തുണ്ടാവും. ആ. അഞ്ജു വീണ്ടും പള്ളിക്കകത്ത് കയറി. ഈ സമയം തന്നെ ആൽബിയ അകത്തേക്ക് കയറി. മാതാവിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അഞ്ജുവിനെ കണ്ടപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ തോന്നിയ കൗതുകത്തിന് അവനും അവളുടെ അടുത്ത് ചെന്ന് നിന്നു. മാതാവേ, ഒരു സസ്പെൻഷൻ ഒത്തു കിട്ടണേ പ്ലീസ്. അഞ്ജുവിന്റെ പ്രാർത്ഥന കേട്ടപ്പോ ആൽബി കണ്ണു മിഴിച്ച് അവളെ നോക്കി. ഇതെന്ത് ജീവി? ആൽബി മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവളെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നിന്നു. ഒരു തോര. ഒരുപാട് നാളായി മാതാവേ ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. ഞങ്ങൾക്ക് 4 പേർക്കും ട്രിപ്പ് പോകാനുള്ള കൊതി കൊണ്ടാണ്. കൂടുതലൊന്നും വേണ്ട, ഒരു 10 ദിവസം മതി. 7 ദിവസം ട്രിപ്പ്, 3 ദിവസം റെസ്റ്റ്. പ്ലീസ് മാതാവേ, കോളേജിൽ ചെല്ലുമ്പോ ഒരടിക്കുള്ള ചാൻസ് ഒക്കണേ. മാതാവിനെ നോക്കി കണ്ണിറുക്കി പ്രത്യേക താളത്തിൽ പ്രാർത്ഥിക്കുന്ന അവളെ കണ്ടപ്പോ ആൽബിക്ക് അവളോട് പ്രത്യേക ഇഷ്ടം തോന്നി. അവളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവന് തോന്നിയില്ല. അപ്പോഴത്തെ ആവേശത്തിൽ അവൾ അറിയാതെ അവളുടെ ഫോട്ടോ അവനെടുത്തു. ഏഞ്ചലിനെ കൈവിടില്ലല്ലോ. വിടരുത്. ട്രിപ്പ് നമുക്ക് പൊളിക്കണം. ഓക്കെ? രൂപക്കൂട്ടിലിരിക്കുന്ന മാതാവിന് നേരെ തംസപ്പ് കാണിച്ചു പോയ അവളെ അവൻ അന്തം വിട്ട് നോക്കി. പിന്നെ അതൊരു പുഞ്ചിരിക്ക് വഴിമാറി. ഏഞ്ചൽ. അവനെടുത്ത ഫോട്ടോയിലേക്ക് നോക്കി അവൻ പതിയെ ഉരുവിട്ടു. ആൽബി അവന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന അഞ്ജുവിനെ നോക്കി. നിന്റെ പ്രാർത്ഥനയാണ് എന്നെ അടുപ്പിച്ചത്. നിന്റെ പ്രാർത്ഥന കേട്ടപ്പോ കിളി പോയി നിന്നിട്ടുണ്ട് ഞാൻ. അന്ന് തന്നെ നിന്നോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. അഞ്ജുവിനെ നോക്കിയപ്പോൾ അവൾ മറുപടിയായി പുഞ്ചിരിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ദിവസമെല്ലാം ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊന്നും തോന്നാത്ത ഒരിഷ്ടം നിന്നോട് തോന്നി തുടങ്ങി. നിന്റെ നിഴലെ ഞാനുണ്ടായിരുന്നു എപ്പോഴും. മണ്ടത്തരം കാണിച്ചും പറഞ്ഞു നടന്നിരുന്ന നീ എന്നെ കണ്ടില്ലെന്ന് മാത്രം. അന്ന് നെഞ്ചി കുടിയേറിയതാണ് നീ. ആൽബി അവളുടെ നെറുകയെ ചുണ്ടു ചേർത്തു. അഞ്ജു അവനെ തടഞ്ഞില്ല. ഒരു നിമിഷം അവളും കണ്ണുകളടച്ച് അവന്റെ ചുംബനം സ്വീകരിച്ചു. അവൻ ഫോണെടുത്ത് ഗാലറി ഓപ്പൺ ചെയ്ത് അഞ്ജുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിലേക്ക് നോക്കിയ അഞ്ജു വിടർന്ന കണ്ണുകളാലെ അവനെ നോക്കി. 2 വർഷം മുന്നത്തെ അവളായിരുന്നു അവന്റെ ഗാലറി മുഴുവനും. എല്ലാം വേളാങ്കണ്ണിയിൽ നിന്നുള്ള ഫോട്ടോസ്. അഞ്ജു അത്ഭുതത്തോടെ ആൽബിയെ നോക്കി. നീ അറിയാതെ എടുത്തതാണ്. അന്നാ യാത്ര കഴിഞ്ഞ് വന്നത് പിന്നെ നല്ല ശൂന്യതയായിരുന്നു. നിന്നെ ഒരു നോക്ക് കാണാൻ വല്ലാതെ കൊതിച്ചിരുന്നു. ആകെയുള്ള ആശ്വാസം ഈ ഫോട്ടോസ് മാത്രമായിരുന്നു. ഒരുപാട് അന്വേഷിച്ചു നടന്നു നിന്നെ. നിരാശയായിരുന്നു ഫലം. ജോലിയെ പോലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇരിക്കെ അവിചാരിതമായി 2 വർഷത്തിന് ശേഷം നിന്നെ ഞാൻ വീണ്ടും കണ്ടു മാളിൽ നിന്ന്. അന്ന് ജെനിയും എബിയും പാച്ചുവും എല്ലാം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നിന്നെ കണ്ട നിമിഷം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടാനാണ് എഞ്ചു എനിക്ക് തോന്നിയത്. അത്ര സന്തോഷമായിരുന്നു എനിക്ക്. ആൽബി പറഞ്ഞു നിർത്തി അഞ്ജുവിനെ നോക്കിയപ്പോൾ അവളുടെ കവിളുകൾ ചുവന്നിരുന്നു. അവളെ അവന് നേരെ തിരിച്ചിരുത്തി അവളുടെ മുഖം കൈക്കുമ്പിളെടുത്ത് അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അഞ്ജു സന്തോഷത്തോടെ അവന്റെ ചുംബനം സ്വീകരിച്ചു. മാളിൽ വെച്ച് നിന്നെ ഞാൻ മതിവരുവോളം കണ്ടു. അപ്പോഴും ഞാൻ നിന്റെ ഫോട്ടോ എടുത്തു. 2 വർഷത്തിന് ശേഷമുള്ള എന്റെ പെണ്ണിനെ. പിന്നെ നിനക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു.
അങ്ങനെയാണ് നീ ഇവിടെയാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞത്. നിന്നെ എന്നും കാണാലോ എന്ന് കരുതി ആ സന്തോഷത്തിൽ ഞാൻ ചീഫ് ആർക്കിടെക്ട് എന്ന എന്റെ ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് ഈ കോളേജിൽ ചേർന്നത്. ഉടക്കിലൂടെ ആണെങ്കിലും നിന്നോട് ഒരു വട്ടം സംസാരിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പലപ്പോഴും നിന്നെ കാണുമ്പോൾ കൈവിട്ട് പോയിരുന്ന മനസ്സിനെ പാടുപെട്ടാണ് പിടിച്ചു നിർത്തിയിരുന്നത്. ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നിന്റെ വീട്ടിലേക്ക് എന്റെ വല്യപ്പച്ചൻ വഴി കല്യാണം ആലോചിച്ചത്. ആൽബി പറഞ്ഞു നിർത്തി അഞ്ജുവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. എന്തിനാ എന്റെ കൊച്ചു കരയുന്നേ? അവളുടെ കണ്ണു തുടച്ച് അവൻ ചോദിച്ചു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ കുറെ വിഷമിപ്പിച്ചല്ലേ? അവളുടെ കവളിൽ വെച്ചിരുന്ന അവന്റെ കൈയോട് അവളുടെ കൈ ചേർത്ത് വെച്ച് അവൾ ചോദിച്ചു. അതൊക്കെ ഞാൻ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ പെണ്ണെ. പിന്നെ ഇതെല്ലാം നമ്മുടെ കെട്ട് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് പറയണമെന്ന് കരുതിയതാണ്. സാരമില്ല, നേരത്തെ ആയിപ്പോയി. പുഞ്ചിരിയോടെ ആൽബി പറഞ്ഞപ്പോ അഞ്ജുവും ചിരിച്ചുപോയി. എഞ്ചു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആൽബി അവളെ വിളിച്ചു. ഇച്ചയെ എന്നാ എന്നെ കൂടെ കൂട്ടുന്നേ? പ്രതീക്ഷിക്കാതെയുള്ള അഞ്ജുവിന്റെ ചോദ്യം കേട്ടപ്പോ ആൽബി ഞെട്ടി അവളെ നോക്കി. പതിയെ അവനിലൊരു കുസൃതിച്ചിരി വിരിഞ്ഞു. നിനക്കൊരു ജോലിയായിട്ട് പോരെ? കുസൃതിച്ചിരിയോടെ അവൻ ചോദിച്ചപ്പോ അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ചു. എനിക്ക് വേണം ഈ പ്രണയം. 2 വർഷത്തോളമായി അടക്കി വെച്ചിരിക്കുന്ന പ്രണയം എനിക്കറിയണം, വൈകാതെ തന്നെ. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോ ആൽബി അവളെ ചുറ്റിപ്പിടിച്ചു. കാത്തിരിക്കാൻ എനിക്ക് വയ്യ. വൈകിക്കില്ല, ഞാൻ വരും നിന്നെ ആൽബിയുടെ മാത്രം പെണ്ണാക്കാൻ. അവളുടെ നെറുകെ ചുണ്ടു ചേർത്ത് അവൻ പറഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ അവനോട് കൂടുതൽ ചേർന്നിരുന്നു. പോവണ്ടേ, ക്ലാസ് ഇല്ലേ? ആൽബി അവളോട് ചോദിച്ചു. അവര് തിരക്കുന്നുണ്ടാവും. അവനിൽ നിന്നും വിട്ടുമാറി അവൾ പറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവൾ എണീറ്റു. അവൾക്ക് പിറകെ എണീറ്റ് അവൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് സംസാരത്തിന് അനുവദിക്കാതെ അവളുടെ അധരങ്ങളിലേക്ക് ആടുന്നു. ആദ്യത്തെ പകപ്പ് മാറിയപ്പോ അഞ്ജു അവന്റെ ചുംബനത്തിൽ ലയിച്ചു ചേർന്നു. ചുംബനത്തിന് ശേഷം അധരങ്ങൾ വേർപെട്ടപ്പോൾ അവൾ നന്നേ കിതച്ചിരുന്നു. അവളുടെ കിതപ്പടങ്ങുന്നതുവരെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. കിതപ്പടങ്ങിയപ്പോ അവൾ അവനെ നോക്കി. ഇച്ചായന്റെ ഒരു സന്തോഷത്തിന്, എന്റെ പ്രണയം സ്വീകരിച്ചതിന്, ആൽബിയുടെ മാത്രം എഞ്ചു ആയതിന്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോ അവൾ അവനെ നോക്കി നാണം കലർന്ന പുഞ്ചിരി സമ്മാനിച്ചു. നിറഞ്ഞ ചിരിയോടെ അവൾ അവിടെ നിന്നും പോയി. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവൻ സ്റ്റാഫ് റൂമിലേക്ക്. എവിടെയായിരുന്നു അഞ്ജു? നീ പറഞ്ഞിട്ട് പൊയ്ക്കൂടെ നിനക്ക്? അവളുടെ അടുത്തേക്ക് ചെന്ന അഞ്ജുവിനോട് ജെനി ചോദിച്ചു. അഞ്ജു ഒന്നും മിണ്ടാതെ ജെനിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കവളിൽ ഉമ്മ വെച്ചു. അയ്യേ, എന്തടിപ്പൂലേ, നിന്റെ കിളി പോയോ? അഞ്ജുവിനെ അടർത്തി മാറ്റി ജെനി ചോദിച്ചു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു പാച്ചുവിനെ എബിക്കും. നീ എവിടെ പോയതാ അഞ്ജു? എബി അവളോട് ചോദിച്ചു. ഞാൻ ഇച്ചായന്റെ അടുത്ത്. 2 കൈകൊണ്ട് മുഖം പൊത്തി അവൾ പറഞ്ഞപ്പോ നമ്മുടെ പിള്ളേരവരുടെ കിളിയെ പറത്തി വിട്ടു. ഇച്ചായനോ? 3 പേരും ഒരേ സ്വരത്തിൽ അവളോട് ചോദിച്ചു. ആൽബിച്ചായൻ. ഇതുവരെ തൊട്ട് തീണ്ടാത്ത നാണമെന്ന ഭാവത്തോടെ അഞ്ജു പറഞ്ഞപ്പോ ജെനിയും എബിയും പാച്ചും ബാക്കിയുണ്ടായിരുന്ന കിളികൾക്ക് കൂടി യാത്ര പറഞ്ഞു. ആൽബി, ഇച്ചായൻ, ഒന്ന് തെളിച്ച് പറയാമോ? ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ ജെനി അവളോട് കലിപ്പിട്ടു. അതുണ്ടല്ലോ, നിങ്ങളുടെ ആൽബി സർ, എന്റെ ആൽബിച്ചായൻ എന്നെ തേടി വന്നതാണ് ഇങ്ങോട്ടെന്ന്. അഞ്ജു വീണ്ടും വീണ്ടും അവിടെ ഇല്ലാത്ത കിളികളെ പറത്തി വിടുകയാണ്. ഒന്ന് നേരെ പറഞ്ഞതാ അഞ്ജു, മനുഷ്യന്റെ കിളിയൊക്കെ പോയി. പാച്ചു ദയനീയമായി അവളെ നോക്കി. പറയാം. അവരുടെ നോട്ടം കണ്ട് ചിരിയോടെ അഞ്ജു ആൽബി അവളോട് പറഞ്ഞതല്ല അവരോട് പറഞ്ഞു. അഞ്ജു പറഞ്ഞു നിർത്തി അവരെ നോക്കിയപ്പോ അവരെല്ലാം കണ്ണും തുറപ്പിച്ചിരിക്കുന്നു. എടാ, അഞ്ജു അവരെ വിളിച്ചു. എന്നാലും എന്റെ മാതാവേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? സ്വബോധം വീണ്ടെടുത്ത എബി തലയ്ക്ക് കൈവച്ചു. കള്ള കാമുകൻ, ജെനിയും പറഞ്ഞു. എന്നാലും എന്റെ സാറേ, ഈ പിരി പോയനെ മാത്രമേ കിട്ടിയുള്ളൂ. പാച്ചു കളം പൂർത്തിയാക്കി. അവളുടെ പോയ പിരി ഞാൻ വെച്ച് കൊടുത്തോളാടാ. അവളുടെ അടുത്തേക്ക് വന്ന ആൽബി പറഞ്ഞു. ആൽബിയെ കണ്ടപ്പോ അവരെല്ലാം ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അഞ്ജുവിന് വല്ലാത്ത വെപ്രാളം തോന്നി തുടങ്ങി. എന്നാലും സാറേ, ഇത് സർപ്രൈസ് ആയിപ്പോയി, എബി ആൽബിയോട് പറഞ്ഞു. നിന്റെ ആളിയനാടാ ഞാൻ, അതുകൊണ്ട് സാറ് വേണ്ട, 3 പേര് ഇച്ചായാന്ന് വിളിച്ചോ, ആൽബി ചിരിയോടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അല്ല ഇച്ചായ എന്നാണ് ഇനി ഒഫീഷ്യലായി വീട്ടിലോട്ട്? എബി ചോദിച്ചു. ഞാൻ പപ്പയെ വിളിക്കുന്നുണ്ട്, വൈകില്ല, വരും. എന്നിട്ട് വേണം ഇവളുടെ ലോസായ പിരിയൊക്കെ മുറുക്കാൻ. അഞ്ജുവിനെ നോക്കി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എന്നാ നിങ്ങളുടെ പണി നടക്കട്ടെ, എനിക്ക് ക്ലാസ് ഉണ്ട്, കാണാം, പോട്ടെ. അവരോട് പറഞ്ഞ് ആൽബി അവിടെ നിന്നും പോയി. 4 ക്യാൻറ്റീനിലേക്ക്. ഇനി എന്താ പരിപാടി, ക്ലാസ്സിൽ കയറുന്നുണ്ടോ? ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ അഞ്ജു ചോദിച്ചു. എനിക്കൊന്നും വയ്യ, ഇനി ആൽബി സാറിന്റെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് കയറണ്ട, ജെനി പറഞ്ഞു. കേൾക്കാൻ കാത്തിരുന്ന പോലെ 3 സമ്മതിച്ചു. ക്യാൻറ്റീനിലെ ചർച്ചയും കഴിഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി. ഹെബി ഏറ്റവും പുറകിലായി ഫോണും പിടിച്ചാണ് നടക്കുന്നത്. പാച്ചുവും ജെനി അവന്റെ മുന്നിൽ എന്തോ സംസാരിച്ച് നടക്കുന്നുണ്ട്. അഞ്ജു പിന്നെ യാതൊരു ബോധവും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്.
എബി ഫോണിൽ തന്നെ ശ്രദ്ധിച്ചതുകൊണ്ട് അവന്റെ എതിരെ വരുന്നവരെ അവൻ കണ്ടിരുന്നില്ല. അവനെ പെട്ടെന്ന് ആരോ വന്നിടിച്ചു. ഞെട്ടി അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടത് പേടി നിറഞ്ഞ ചെറിയ തിളക്കമുള്ള കണ്ണുകളാണ്. അവനൊരു നിമിഷം ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഡോ, തനിക്ക് കണ്ണില്ലേ? അവളുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടാണ് എബി നോട്ടം മാറ്റിയത്. ഡി, എന്നെ വന്നിടിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നു. എബി അവളോട് കലിപ്പെട്ടു. ഡോ വേണ്ട, എന്നോട് കളിക്കരുത്. നീ ആരാടി, മന്ത്രിയുടെ മോളോ? അല്ല, ഞാൻ ഈ കോളേജ് ഹീറോയുടെ പെണ്ണാണ്. അവളുടെ സംസാരം കേട്ടപ്പോൾ എബി സംശയത്തോടെ അവളെ നോക്കി. അവളുടെ കൂട്ടുകാരാണ് അവളെ തോണ്ടി വിളിക്കുന്നുണ്ട്. പെണ്ണ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതേതാടി, ഞാൻ അറിയാത്തൊരു ഹീറോ? താൻ പിന്നെ എന്തിനാടോ ഇവിടെ പഠിക്കുന്നത്? പൊന്നും മോളെ, വല്ലാതങ്ങ് വേണ്ട. ഈ കോളേജിന് ഹീറോ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആകെയുള്ളത് ഹീറോയിനാണ്. ആ കോളേജ് ഹീറോയിൻ ജെനി ചേച്ചിയുടെ കൂടെയുള്ള എബിച്ചയനാണ് എന്റെ ഹീറോ. താൻ വല്ലാതെ കളിക്കല്ലേ, ഞാൻ എന്റെ ചെക്കനോട് പറയും. പിന്നെ അറിയാലോ. പെണ്ണ് ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്. അവളുടെ പറച്ചു കേട്ട എബി അവളുടെ കൂട്ടുകാരെ നോക്കി. അവളുടെ കൂട്ടുകാർ നിസ്സഹായമായി അവനെ നോക്കി നിന്നു. എബി മീശ പിരിച്ച് അവളെ അടിമുടി നോക്കി. എബിടാ. പിറകിൽ നിന്നും ജെനിയുടെ ശബ്ദം കേട്ടപ്പോ രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ജെനിയെ കണ്ടപ്പോ അവളുടെ കണ്ണുകൾ വിടർന്നെങ്കിലും അവൾ അവനെ എബി എന്ന് വിളിച്ചപ്പോൾ എബിയുടെ കാമുക്ക് കിളി പോയി നിന്നു. നീ എന്താ ഇവിടെ നിന്നത്? അവന്റെ അടുത്തേക്ക് വന്ന് ജെനി ചോദിച്ചു. ഞാൻ എന്റെ പെണ്ണിനെ കണ്ടപ്പോ നിന്നതല്ലേ. അവന്റെ മുന്നിൽ നിൽക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞപ്പോ അവൾ ഉമിനീരിറക്കി അവനെ നോക്കി. നിന്റെ പെണ്ണോ? അഞ്ജു അവനോട് ചോദിച്ചു. ആന്നേ, ഞാൻ അറിയാത്ത എന്റെ പെണ്ണ്. ആ, തെളിച്ച് പറയടാ പുല്ലേ. പാച്ചു അവനോട് കലിപ്പിട്ടു. ആടാ, ഈ നിൽക്കുന്ന കൊച്ചിന് ജെനി ചേച്ചിയുടെ കൂടെയുള്ള എബിയോട് ഒരിഷ്ടം. അവളെ എബിയുടെ പെണ്ണാണെന്ന്. ഞാനല്ലേ നിങ്ങളുടെ കൂടെയുള്ള എബി, അപ്പൊ ഇവളെ എന്റെ പെണ്ണല്ലേ? അവളെ നോക്കി മീശ പിരിച്ച് അവൻ കൂട്ടുകാരോട് പറഞ്ഞു. അവളാണെങ്കിൽ ആകെ പെട്ടു നിന്നു. ജെനി ആ കുട്ടിയെ നോക്കി. ന്യൂ അഡ്മിഷൻ ആണോ? ജെനി അവളോട് ചോദിച്ചു. ആ ചേച്ചി, കോളേജ് കഴിയാറായപ്പോ ആണോ ചേരാൻ തോന്നിയത്? അഞ്ജു അവളോട് ചോദിച്ചു. അത് ഈ സെമ്മാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവൻ പറഞ്ഞൊക്കെ നേരാണോ? ജെനി ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. അത് ചേച്ചി, ഞാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വെറുതെ. പോട്ടെ എബി, അവള് ചുമ്മാ പറഞ്ഞതല്ലേ. ജെനി എബിയുടെ തോളിൽ തട്ടി. അതെങ്ങനെ ശരിയാവും? ഇവളെ ഞാൻ എന്റെ പെണ്ണായി കണ്ടുപോയില്ലേ? നാണം അഭിനയിച്ച് എബി പറഞ്ഞപ്പോ പാച്ചു ചിരിച്ചു. അവളാണ് ദയനീയമായി അവളുടെ കൂട്ടുകാരെ ജെനിയെ എല്ലാം മാറി മാറി നോക്കി. നീ ആദ്യമായല്ലേ ഞങ്ങളെ കാണുന്നത്? പാച്ചു അവളോട് ചോദിച്ചു. അഡ്മിഷൻ വന്നപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങളെപ്പറ്റി, കണ്ടിരുന്നില്ല. ഇന്നലെയാണ് ഞാൻ വന്നു തുടങ്ങിയത്. ഇന്ന് ഈ ഏട്ടൻ ദേഷ്യപ്പെട്ടപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. സോറി. തല താഴ്ത്തി അവൾ പറയുന്നത് കേട്ടപ്പോ എബി പുഞ്ചിരിയോടെ ജെനിയെ നോക്കി. അവളും അവനെ നോക്കി കണ്ണടച്ചു. എന്താ നിന്റെ പേര്? ജെനി അവളോട് ചോദിച്ചു. കിയാര മാത്യു, അവൾ പറഞ്ഞു. അവരൊന്നും മൂളി പോകാൻ നിന്നപ്പോഴാണ് മേഘയെ അവളുടെ കൂടെ വൈശാഖിന്റെ കൂട്ടുകാരൻ വിനായകൻ വരുന്നത് കണ്ടത്. എന്താടി, കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവരെ വിട്ടില്ലേ? ഒരാള് പോരെ നിനക്ക്? ജെനിയെ കണ്ടതും പുച്ഛത്തോടെ വിനായക് അവളോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് ചിരിക്കാൻ മേഘയും. അതെങ്ങനെ മതിയാവാനാ വിനു? ഒരുപാട് നാളായിട്ടുള്ള ബന്ധമല്ലേ? ഞാൻ പ്രാർത്ഥന ചോദിച്ചിട്ടോ നീ തന്നില്ല. നീ ഇവിടെ കൂടെ നടക്കുന്നോണ്ട് നിന്റെ ഭർത്താവ് ഫ്രീ ആവില്ലേ? അവനെ എനിക്ക് തന്നേക്കടി. വിനായകന്റെ ബലത്തിൽ മേഘയുടെ നാവ് ഉയർന്നു. ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന അവരുടെ 4 പേരുടെ മുഖം നിമിഷ നേരം കൊണ്ട് മാറിയത് കിയാര അത്ഭുതത്തോടെ നോക്കി. അവളുടെ നോട്ട എബിയിലെത്തി നിന്നപ്പോൾ അവൾ അവനിൽ നിന്ന് കണ്ണെടുത്തില്ല. എന്തോ ശബ്ദം കേട്ട് അവൾ ഞെട്ടി എബിയിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോ കവളെ കൈവച്ച് പൊട്ടിയ ചുണ്ടുമായി നിൽക്കുന്ന മേഘയും നിലത്ത് കിടക്കുന്ന വിനായകനെയാണ്. കലി പൂണ്ട് നിൽക്കുന്ന ജെനിയെ നോക്കാൻ തന്നെ അവൾ പേടിച്ചു. മേഘ പേടിയോടെ ജെനിയെ നോക്കി. ഒന്നല്ല രണ്ടല്ല, പാലാവട്ടം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെന്റെ ആരാണെന്ന്. വന്ന മോളെ, നിനക്കെന്റെ ചെക്കന് വേണം അല്ലേ? കാലി തീരാതെ ജെനി ഒരു കൈകൊണ്ട് അവളുടെ കഴുത്തി കുത്തിപ്പിടിച്ച് മറു കൈകൊണ്ട് മേഘയെ മാറി മാറി അടിച്ചു. ജെനിയിൽ നിന്ന് നോട്ടം മാറ്റിയ കിയാര കണ്ടത് നിലത്ത് കിടക്കുന്ന വിനായകനെ തലങ്ങും വിലങ്ങും തല്ലുന്ന പാച്ചുവിനെ എബിയെയാണ്. പന്ന മോനെ, നിന്റെ പുഴുത്ത നാവ് കൊണ്ട് ഇനിയും വല്ലതും പറഞ്ഞ. പാച്ചു എബി അവനെ മാറി മാറി തല്ലി. ജെനി മേഘയുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. മേഘ പേടിയോടെ അവളെ നോക്കി. കൊന്നു തൊള്ളും ഞാൻ. അവളെ പിടിച്ചു തള്ളി ജെനി വിനായകന്റെ അടുത്തേക്ക് പോയപ്പോ അഞ്ജു മേഘയുടെ അടുത്തേക്ക് പോയി. എന്റെ കൂടപ്പുറപ്പുകളെ വെച്ച് എനിക്ക് ബന്ധം ഉണ്ടാക്കുന്നു പൊന്ന പുന്നാര മോനെ. വിനായകനെ വലിച്ചെഴുന്നേപ്പിച്ച് അവന്റെ വയറിൽ ആഞ്ഞു തൊഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അലറിക്കൊണ്ട് നിലത്തേക്ക് വീണു. അപ്പോഴേക്ക് ആൽബി, പ്രിൻസിപ്പാളും മറ്റു കുട്ടികളും എല്ലാം എത്തിയിരുന്നു. ദിവി പേടിയോടെ പാച്ചുവിനെ നോക്കി. കിയാരയുടെ കണ്ണുകൾ എബിയിൽ തങ്ങി നിന്നു. മേഘയെ കരണം നോക്കി പൊട്ടിക്കുന്ന അഞ്ജുവിൽ ആൽബി തറഞ്ഞു നിന്നു.